ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്നത് അമ്മാവൻ തന്നെ. പോലീസ് അത് തീർച്ചപ്പെടുത്തി ഉറപ്പിച്ചു. തുടക്കം മുതലേ നമുക്ക് സംശയം ഇയാളെ തന്നെയായിരുന്നു. അതിനകത്ത് മറ്റൊരാൾ ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. കാരണം കുട്ടിയെ കെട്ടിക്കൊണ്ട് ജീവനോടെ എടുത്തിട്ടത് ഹരികുമാർ ആണ് എന്ന് പ്രഥമ ദൃഷ്ടിയാ തന്നെ അറിയായിരുന്നു ആ കേസിനകത്ത്. പക്ഷെ അയാളുടെ സഹോദരി ശ്രീതുവോ അവരുടെ അമ്മയോ ഭർത്താവോ ഒന്നും ആ കാര്യം തീർച്ചപ്പെടുത്തി പറഞ്ഞില്ല. പോലീസിന്റെ അന്വേഷണം ബാലരാമപുരം SHO അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒപ്പം DYSP ഷാജിയും ആ കേസ് വളരെ കൃത്യമായി തുടക്കത്തിൽ തന്നെ അന്വേഷിച്ചു. ആ പ്രതി ഹരികുമാർ തന്നെ എന്ന് തീർച്ചപ്പെടുത്തി അയാളെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം വരെ അയാൾ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. പോലീസ് വളരെ വിപുലമായ അന്വേഷണം നടത്തി. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. 2 വയസ്സുള്ള പെൺകൊച്ചിനെ ജീവനോടെ എടുത്ത് കിണറ്റിലിട്ടു. വെളുപ്പിനെ 5 മണിക്കും 5:30 മണിക്കും ഇടയ്ക്ക് കുട്ടിയുടെ കരച്ചിൽ കേട്ടെന്ന് കുട്ടിയുടെ വല്യമ്മ പറഞ്ഞു. അപ്പോൾ ശുചിമുറിയിലുണ്ടായിരുന്ന കുട്ടിയുടെ അമ്മ ശ്രീതു അവരിറങ്ങി വന്നു. കുട്ടിയെ കാണാനില്ല. കുട്ടി എവിടെയെങ്കിലും ഇറങ്ങിപ്പോയോ, ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ എന്ന് അവര് പ്രഥമ ദൃഷ്ടി അവർക്ക് തോന്നി. വെളുപ്പിനെ 5 മണിക്ക് തന്നെ ആ സമയത്ത് തന്നെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പോലീസ് വന്നു, നാട്ടുകാർ വന്നു. CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പം ആ വീട്ടിൽ നിന്ന് കുട്ടികൾ പുറത്തിട്ട് പോയില്ല എന്ന് ഉറപ്പിച്ചു. കുട്ടി വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടാവണം. അങ്ങനെയാണ് സംശയം തോന്നി കിണർ നോക്കിയത്. ഫയർഫോഴ്സ് വന്ന് കെട്ടിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്തു. പോസ്റ്റ്മോർട്ടത്തിലെ ശ്വാസം മുട്ടി തന്നെ കുട്ടി മരിച്ചിരിക്കുന്നത്. കുട്ടിയെ ജീവനോടെ കിണറ്റിലെടുത്തിട്ടു എന്ന് ഉറപ്പിച്ചു. ആരാണ് കിണറ്റിലെടുത്ത് ഇട്ടത് എന്നുള്ളതായി. എങ്കിലും ഹരികുമാർ എന്ന് പറഞ്ഞ അമ്മാവൻ കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ, ചെറുപ്പക്കാരൻ, അയാളുടെ മുറിയിലെ അയാൾ കിടന്ന കട്ടിലിന് തീ കത്തുകയും ചെയ്തു. അത് അയാൾ തന്നെ കത്തിച്ചതാണ്. അവിടെ മണ്ണെണ്ണ ഉണ്ടായിരുന്നു, മണ്ണെണ്ണയുടെ സ്മെല്ലുണ്ടായിരുന്നു. അതുകൊണ്ട് അത് സ്വയം കത്തിയതല്ല, അയാൾ കത്തിച്ചതെന്ന് ഉറപ്പിച്ചു. ഈ സംഭവത്തിന് ശേഷം ഒരു മാനസിക വിഭ്രാന്തി പോലെ അയാൾക്ക് തോന്നിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് വീട് കത്തിക്കാൻ ശ്രമിച്ചത്. പക്ഷേ എന്തിനാണ് ആ കുട്ടിയെ എടുത്ത് കെട്ടിലിട്ടത്? പോലീസ് അത് ആമുഖത്തിൽ തന്നെ ചില സംശയങ്ങൾ അവർക്കുണ്ടായിരുന്നു. ആ സംശയം ഇപ്പൊ സ്ഥിരീകരിച്ചു. ആ ഹരികുമാർ എന്ന് പറഞ്ഞ ഇളയ പയ്യൻ അവരുടെ സഹോദരിയുമായിട്ട് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ വീട്ടില് 16-ാം അടിയന്തരമായിരുന്നു. ആ ശ്രീതുവിന്റെ അല്ലെങ്കിൽ ഹരികുമാറിന്റെ പിതാവിന്റെ ആ അടിയന്തരത്തിന് ഭർത്താവ് അവിടെ വന്നിരുന്നു. ഭർത്താവും ശ്രീതുവും തമ്മിൽ പിണക്കത്തിലാണ്. പക്ഷേ ഈ കർമ്മത്തിന് അയാൾ അവിടെ വീട്ടിലുണ്ടായിരുന്നു. 16-ാം ദിവസം അടിയന്തരം നടത്തുന്ന സമയത്ത് ഭർത്താവ് ആ വീട്ടിൽ കിടന്നു ഉറങ്ങിയിരുന്നു. അയാളൊപ്പം ഒരു കുട്ടിയും കിടന്നിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മൂത്ത കുട്ടിയായിരിക്കണം, ഇളയ കുട്ടി അമ്മയുടെ ഒപ്പം ആയിരിക്കണം. ഇതല്ല, ശുചിമുറിയിലും അമ്മ പോയപ്പം കുട്ടിയുടെ കരച്ചു കേട്ടപ്പം വല്യമ്മ വിളിച്ചു പറയുകയും ചെയ്തു, കുട്ടി എന്താ കരയുന്നത്? ബലമായിട്ട് കുട്ടി എടുത്തുകൊണ്ടുപോയി കിണറ്റിലിട്ടു. ഏതായാലും പോലീസ് അത് ഉറപ്പിച്ചു, ഇത് ഹരികുമാർ തന്നെ, മറ്റാർക്കും ഇതിനകത്ത് പങ്കില്ല. 29-ാം തീയതി രാത്രി ഹരികുമാർ അവന്റെ മുറിയിൽ നിന്ന് തൊട്ടടുത്ത മുറിയിലുള്ള സഹോദരിക്ക് ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. വാട്സാപ്പ് മെസ്സേജാണ്. രാത്രി എൻ്റെ കൂടെ വന്ന് കിടക്കണം. അങ്ങനെ ആ മെസ്സേജ് കിട്ടിയ ശേഷം രാത്രിയിൽ അവര് സഹോദരൻ്റെ ഒപ്പം വന്ന് കിടന്നു. ആ സമയത്ത് കുട്ടി നിലവിളിച്ചപ്പം ഇവർ സഹോദരൻ്റെ അടുത്തുനിന്ന് മടങ്ങിപ്പോയി. ഇത് അയാൾക്ക് വലിയ വൈരാഗ്യമായി. ഈ കുട്ടിയാണ് ഇതിനെല്ലാം തടസ്സം നിൽക്കുന്നത് എന്ന് കരുതിയിട്ടുണ്ടാവണം. ആ വൈരാഗ്യം കൊണ്ട് കുട്ടിയെടുത്ത് കെട്ടിലിട്ടു എന്നാണ് ഇപ്പം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനകത്ത് മറ്റൊരാൾക്കും പങ്കില്ല. കേരളത്തിൽ കെട്ടുകലുമില്ലാത്ത ഒരു ബന്ധമാണ് സഹോദരനും സഹോദരിയും തമ്മിൽ ഈ കേസിന് പിന്നാമ്പുറത്തുണ്ടായിരിക്കുന്നത്. അത് വളരെ ഞെട്ടലോടെ മാത്രമേ നമുക്കിത് കാണാൻ കഴിയുള്ളൂ. കേരളത്തിലുള്ള പല വീടുകളിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.
കാരണം അതുപോലെയുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. അത് നെയ്യാറ്റിൻകര താലൂക്കിലുള്ളവർ തന്നെ ആയിരുന്നു ആ ഒരു കേസിലും. സ്വന്തം സഹോദരൻ അൺഒഫീഷ്യലായിട്ട് ഭാര്യാഭർത്താക്കന്മാരെ കഴിയുന്ന സംഭവങ്ങളുണ്ട്. അത് നെയ്യാറ്റിൻകര താലൂക്കിലാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള ഒരു ബന്ധം ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇയാള് ചില സാത്താൻ സേവ നടത്തുന്നവരും പൂജ നടത്തുന്നവരത്തൊക്കെ ഇയാള് ഈ അരികുമാർ എന്ന് പറഞ്ഞ ആള് അതിൽ അന്ധമായി വിശ്വസിച്ച് ആലപ്പുഴ ജില്ലയുടെ ഒരു ഭാഗത്തും തിരുവനന്തപുരം ശംഖുമുഖത്ത് ഒരാളുടെ കൂടെയൊക്കെ പൂജയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നു. അന്ധവിശ്വാസികളാണ് രണ്ടുപേരും. സാമ്പത്തികമായി വളരെയധികം തിരിമറി നടത്തിയതിന്റെ ശ്രീധുവിന്റെ പേരിൽ ധാരാളം കേസുകളുണ്ട്. അവര് ഏകദേശം 60 ലക്ഷത്തോളം വായ്പ വാങ്ങിച്ചിരിക്കുന്നു. 2-3 കോടിയുടെ ബാധ്യതയുണ്ട് എന്നൊക്കെ തുടക്കത്തിൽ നമ്മൾ കേട്ടിരുന്നു. ഏതായാലും പോലീസ് ഇപ്പം ഇയാളെ കസ്റ്റഡി വാങ്ങിച്ചു. മറ്റു ഇതാണ് കാരണമെന്ന് കണ്ടെത്തി. അത് ഇന്നലെ തന്നെ അയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് കൊടുത്തു. കോടതി അയാളെ ജുഡീഷ്യൽ കസ്റ്റഡി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ കേസിനകത്ത് വേറൊരാൾക്ക് ഇൻവോൾവ്മെന്റ് ഇല്ല. പ്രതി ഒന്നേ ഉള്ളൂ. അത് ഹരികുമാർ തന്നെ. ആ കുഞ്ഞുകുട്ടിയുടെ അങ്കിളാണ്, അമ്മാവനാണ്, ചെറുപ്പക്കാരനാണ്. അത് ഒരു വൈരാഗ്യത്തിൽ ചെയ്തതാണ്. സ്വന്തം സഹോദരനുള്ള വൈരാഗ്യത്തിലാണ് കൊച്ചിനെ ബലി കഴിപ്പിച്ചത്, അല്ലെങ്കിൽ കൊച്ചിനെ ബലിയാടാക്കിയത്, അല്ലെങ്കിൽ കൊച്ചിനെ കൊന്നുകളഞ്ഞത് എന്ന് ഇപ്പം കൃത്യമായി. ഏതായാലും കേരളത്തിലെ ഇതുപോലൊരു കേസ് വളരെ റയറായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് ഷോക്കിങ്, നമുക്കെല്ലാവരും ഞെടുക്കുന്ന ഷോക്ക് ചെയ്യുന്നതുമായ ഒരു ബന്ധമാണ് ആ സഹോദരനും സഹോദരിയും ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുഞ്ഞുകുട്ടിയുടെ ജീവൻ ത്യജിക്കേണ്ടി വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.